ഇപ്പം ഞാൻ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേൾക്കുന്നത്, കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ ഫ്ലൈറ്റ് പോകുന്ന ശബ്ദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. വിശാഖപട്ടണം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടുള്ള സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോഴും ഞാൻ ഇന്നലെ ഇവിടെ റിട്ടയറിംഗ് റൂമിലാണ് തങ്ങിയത്, റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം. അതിന് 350 രൂപയാണ് ചാർജ് 24 മണിക്കൂറത്തേക്ക്. എന്ന് വെച്ചാൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ 210 രൂപയും, പിന്നീട് രാത്രി 8 മണി മുതൽ പിറ്റേന്ന് രാവിലെ 8 മണി വരെ ആകുമ്പോൾ 24 hours ആവില്ലേ, അപ്പോഴും 350 രൂപയാവും ചാർജ്. AC ആണ് കേട്ടോ, AC റൂം. AC ആണ്, റൂമല്ല, ഡോർമെട്രി ആണ്. ഡോർമെട്രി എന്ന് പറയുമ്പോൾ ഒരു കട്ടിലിൻ്റെ മുകളിൽ വേറൊരു ബെഡ്, അങ്ങനല്ല, ക്യൂബിക്കിളാണ്. ചെറിയ ചെറിയ ക്യാബിനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രൈവസി എല്ലാം ഉണ്ട്. അങ്ങനെ നോൺ AC ഉണ്ട്. നോൺ AC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ബെഡ് ഇട്ടിരിക്കുന്നത് പോലെ വരിയായിട്ട് ബെഡ് ഇട്ടിരിക്കുകയാണ്. നോൺ AC എടുത്തില്ല ഞാൻ, നോൺ ACക്ക് റേറ്റ് കുറവാണ്. എന്തായാലും AC തന്നെ എടുത്തു, നല്ല ചൂടായതുകൊണ്ടേ AC തന്നെ എടുത്തു. ഇതാ കണ്ടില്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയ ചെറിയ തട്ടുകടകളെല്ലാം ഉണ്ട്. ദോശയൊക്കെ, വെറൈറ്റി ദോശയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെ ഇതാ കണ്ടില്ലേ, വലിയൊരു മലനിരയും കാണാൻ സാധിക്കും. അങ്ങനെ ഈ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതായത് ഗേറ്റ് 1, ഗേറ്റ് 2, ഗേറ്റ് 3 അങ്ങനെ പല പല ഗേറ്റുകളൊക്കെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതായത് ഒരു ഭാഗത്ത് തന്നെ. ഞാൻ വന്നിരിക്കുന്നത് നേരെ ഫ്രണ്ട് സൈഡിലാണ്. ഇതിന് അപ്പുറത്തെ ഭാഗമുണ്ട്. അപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ പോയില്ല. എന്തായാലും നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാം. ഇപ്പോൾ സമയം 9:45 റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റുള്ള ഫുട്പാത്ത് കണ്ടില്ലേ, ഇവിടെ ഈ സമയത്ത് വെയിലില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്ന് ഇതുവഴിയിലൂടെ നടക്കുവാണ്. അങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് കഴിച്ചായിരുന്നു. ഒരു ചപ്പാത്തിക്ക് 30 രൂപ. പക്ഷെ നല്ല ചപ്പാത്തിയാണ് കേട്ടോ, വലിയ ചപ്പാത്തി, ഒരു കയ്യേക്കാൾ വലിയ ചപ്പാത്തിയാണ്. അങ്ങനെ ചപ്പാത്തിയും മുട്ടക്കറിയും വാങ്ങി. മുട്ടക്കറിയിൽ 2 മുട്ട ഉണ്ടായിരുന്നു. അങ്ങനെ മുട്ടക്കറി 50 രൂപ, ചപ്പാത്തി 30 രൂപ. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചത്. പിന്നെ റെയിൽവേ സ്റ്റേഷന് നേരെ ഫ്രണ്ടിൽ അങ്ങനെ അടുത്ത് കടകളൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് നടന്ന് ബാക്കിലേക്ക് പോകണം. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കൂടെ, അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് നടക്കണം. അങ്ങനെ ഞാൻ റൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെ നടന്ന് വന്നിട്ട് ഇതാ ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് എത്തിയിട്ടുണ്ട്. ഒരു സിഗ്നലൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് സിംഗിൾ റൂം 400 എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്കാണ് കടകളെല്ലാം ഉള്ളത്. അതായത് റെസ്റ്റോറൻറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത് ഇങ്ങോട്ടേക്കാണ്. റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് നടന്നു വരിക. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരുവിധപ്പെട്ട കടകളുടെ എല്ലാം ഫ്രണ്ടിൽ, ചെറിയ ചെറിയ തട്ടുകടകളുടെ എല്ലാം ഫ്രണ്ടിൽ ഇതാ കണ്ടില്ലേ, ഈ ഒരു സ്റ്റിയറിംഗ് പോലത്തെ ആ ഒരു സ്നാക്സ് ഇട്ടിട്ടുണ്ട്. മുൻപൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു. മുൻപൊക്കെ തിയേറ്ററിൽ ഇതിന് 5 രൂപയും പോപ്കോണിന് 10 രൂപയായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇത് കാണാനില്ല. പോപ്കോൺ ഇപ്പോഴും 150 രൂപയാണ്. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു ഫ്ലൈ ഓവറിന് മുകളിൽ ഒരു എൻജിൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. പാലത്തിന് മുകളിൽ പാർക്ക് ചെയ്തുകൂടാ, അറിഞ്ഞൂടെ? ഇതാ കണ്ടില്ലേ, രാവിലെ തന്നെ റൈസും പിന്നെ ഇതാ ചിക്കനും എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. സ്ട്രീറ്റ് ഫുഡുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം വരിയായിട്ട് സ്ട്രീറ്റ് ഫുഡുകളാണ്. കബാബും. ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം പക്കയാണെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളമെല്ലാം നല്ല ഫാസ്റ്റായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ഇതാ ആന്ധ്രാപ്രദേശിൻ്റെ ബസ്സുകൾ ചറപറ പോകുന്നത് കണ്ടില്ലേ രാവിലെ. കടകളുടെ മുന്നിൽ കോലം ഇട്ടിരിക്കുന്നത്. സാധാരണ തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് കാണുന്നത്. തമിഴ്നാടിൻ്റെ ഒരു കൾച്ചർ ഇവിടെ ഉണ്ട് കേട്ടോ, ഏകദേശം. ഞാൻ ഇന്നലെ ചപ്പാത്തി മേടിച്ചത് ദാ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ്, റഹ്മാനിയ. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരുപാട് ലോഡ്ജുകളുടെയും എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഡോർമെട്രി 200, വൈഫൈ ഫ്രീ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയും വേറൊരു ലോഡ്ജിൻ്റെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സംഗതികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ലോഡ്ജും ഹോട്ടലുകളും എല്ലാം ഈ ഒരു ഭാഗത്തേക്കുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ നേരെയുള്ള റോഡ് പോയി കഴിഞ്ഞാൽ കുറേ പോകണം. ഒന്നുമില്ല അവിടെ ഒന്നും. ഇങ്ങോട്ടേക്ക് വേണം വരാൻ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഞാൻ നടന്ന് ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. SVC സിനിമാസ്, പവൻ കല്യാണിൻ്റെ സിനിമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല വലിയൊരു തിയേറ്ററാണ്. അങ്ങനെ ഇവിടെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് നോക്കേ, തിയേറ്ററിൻ്റെ ഭാഗത്തേക്ക്, ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് എല്ലാം ഇഷ്ടം പോലെ ലോഡ്ജുകളാണ് കേട്ടോ. ലോഡ്ജുകളും ഡോർമെട്രികളും എല്ലാം ഉണ്ട്. അങ്ങനെ തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റായിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആളും പേരും ഒക്കെ ഉള്ള ഹോട്ടലിൽ അത്യാവശ്യം നല്ല ഫുഡായിരിക്കും.
ആ കണ്ടില്ലേ, ഇതാണ് ഹോട്ടൽ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു പ്ലെയിൻ ദോശ 50 രൂപ, ചായക്ക് 12 രൂപ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. പ്ലെയിൻ ദോശ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. സാധാരണ ഈ ചെറിയ പേപ്പർ കഷ്ണം പോലത്തെ ദോശയല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ദോശയായിരുന്നു. അങ്ങനെ ഞാൻ പ്ലെയിൻ ദോശയെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പുറത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, തിയേറ്ററിന് പുറത്തായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1035 രൂപ ഫൈനാണ്. വിശാഖപട്ടണം സിറ്റി പോലീസ്. എവിടെയായിട്ട് നോക്കേ, ഒരു ഉന്തുവണ്ടിയിൽ വെളുത്തുള്ളി കിലോ കണക്കിന് ഇങ്ങനെ കെട്ടി ചെറിയ ചെറിയ പാക്കറ്റാക്കി വെച്ചിരിക്കുവാണ്. കരിക്കുണ്ട് കേട്ടോ. കരിക്കിന് 50 രൂപയാണ് വില. അതിന് തൊട്ടപ്പുറത്തുള്ള വണ്ടി കരിക്ക് വണ്ടിയാണ്. ഇതാ ചക്ക കൊണ്ടുപോകുന്നത് നോക്കേ. ചക്ക വേറെ എങ്ങോട്ടോ കൊണ്ടുപോവാണ് കേട്ടോ. ഏതോ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. അവിടെ ഇതളുകളായിട്ട് ഇളക്കി വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കാം. ഇവിടെ രാവിലെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ട്. ഈ പഴം ഇവിടെ എല്ലാം എടുത്തുകൊണ്ട് കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോഴും അവിടെ എല്ലാം വെച്ചിരിക്കുന്നത് കാണാം. ബാംഗ്ലൂർ റോബസ്റ്റ. ഈ കാണുന്നത് ചെറിയൊരു അമ്പലമാണ്. അകത്തേക്കെല്ലാം ആൾക്കാരെല്ലാം കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. നോക്കേ, ചെറിയൊരു സ്പേസിൽ ചെറിയൊരു അമ്പലം. ഈ വണ്ടി നോക്കേ, ഈ ഒരു ആപ്പയുടെ ടയറിൽ കാറിൻ്റെ വീൽ കപ്പൊക്കെ ഇട്ടിരിക്കുവാണ്. നോക്കേ, അത് കൊള്ളാം അല്ലേ, മോഡിഫിക്കേഷൻ. പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലെല്ലാം ഇത് കണ്ടില്ലേ, ഇതേപോലെ പബ്ലിക് ടോയ്ലറ്റുകളുണ്ട് കേട്ടോ. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ഇതെവിടെയായിട്ട് നോക്കേ, ഈ കാണുന്നത് ഒരു ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് സവാളയുടെ കച്ചവടം. വണ്ടികൾ ചറപറ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയുടെ സൈഡിലാണ് കച്ചവടം. ആൾക്കാർക്ക് വണ്ടി നിർത്തി വാങ്ങാൻ പോലും ഒരു സ്പേസ് ഇല്ല. പുള്ളി എനിക്ക് തോന്നുന്നു അവിടെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുവാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, അവിടെ എല്ലാം അറേഞ്ച് ചെയ്യുവാണ്. ഇവിടെ അല്ല കച്ചവടം, അങ്ങോട്ടേക്ക് മാറിയായിരിക്കാം. അല്ലാതെ ഇവിടെ എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്? ഇവിടെയായിട്ട് ട്രാവൽ ബാഗുകൾ, ഹെൽമെറ്റുകൾ, കണ്ണാടികൾ, ബെൽറ്റുകൾ, തൊപ്പികൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫുട്പാത്തിൽ വെച്ചിട്ടുണ്ട്. വരിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എയർപോർട്ട് സ്ട്രെയിറ്റ് 14 കിലോമീറ്റർ, നാട് ജംഗ്ഷൻ 7 കിലോമീറ്റർ റൈറ്റ്, വിശാഖപട്ടണം പോർട്ട് ട്രസ്റ്റ് 1 കിലോമീറ്റർ ലെഫ്റ്റ്. ഇവിടെ ആയിട്ട് കണ്ടില്ലേ, ഈ കാണുന്നത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ്. നമ്മൾ നേരെ ഫ്രണ്ട് സൈഡിൽ കൂടെയാണ് വന്നത്. ഇത് ഇപ്പുറത്തെ ഭാഗം. രണ്ടാം ടെർമിനൽ എന്ന് പറയാവോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്ന് വെച്ചാലേ, ഫ്രണ്ട് സൈഡിൽ തന്നെ ഗേറ്റ് 1, ഗേറ്റ് 2, ഗേറ്റ് 3 എന്നുണ്ട്. അപ്പോഴതിനെ ചിലപ്പോൾ നമ്മൾ രണ്ടാം ടെർമിനൽ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഗേറ്റ് 2 ആണ് രണ്ടാം ടെർമിനൽ എന്ന്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വഴി തെറ്റിക്കഴിഞ്ഞാൽ അത് മോശമല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ ഭാഗം. ഇവിടെ ആയിട്ട് നോക്കിയാൽ വലിയൊരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട്. എന്തായാലും നല്ല നീറ്റായിട്ടുണ്ട് ഈ ഒരു ഭാഗവും. അംബേദ്കറിൻ്റെ ഒരു വലിയൊരു പ്രതിമയെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് JCB നിർത്തിയിട്ടിട്ടുണ്ട്. ക്ലീനിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്ലൈ ഓവറിന് താഴെയായിട്ട് വിശാഖ് പോർട്ട്, അങ്ങനെ വലിയ ഫോണ്ടിങ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അവിടെ ആയിട്ട് വിശാഖപട്ടണം പോർട്ട് അതോറിറ്റി, അവിടെ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വിശാഖപട്ടണം പോർട്ട് അതോറിറ്റി, അങ്ങനെ വലിയൊരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരു വഴി അകത്തേക്ക് കാണുന്നുണ്ട്. നല്ല നീറ്റായിട്ടുള്ള റോഡാണ്. നടുക്കായിട്ട് നോക്കേ, മരങ്ങളെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, ഒരു വലിയൊരു കണ്ടെയ്നർ വരുന്നത് പോർട്ടിൽ നിന്നും വരുന്ന കണ്ടെയ്നറാണ്. അങ്ങനെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഈ കാണുന്ന ഫ്ലൈ ഓവറിനടുത്തുള്ള ഫ്ലൈറ്റിൻ്റെ സൗണ്ട് വീണ്ടും കേൾക്കുന്നു. പോകുന്നു. അങ്ങനെ ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിൽ, ഭയങ്കര ചൂട്. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു സൈഡിൽ നിന്നും ഞാൻ റിട്ടയറിംഗ് റൂമിലേക്ക് പോവുകയാണ്. പോയിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷമേ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാം, അതായിരിക്കും നല്ലത്. വെൽക്കം ടു വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഒന്നും ബൈക്ക് വെക്കരുത് കേട്ടോ, ഫൈനാണ്. 1035 രൂപയാണ് ഫൈൻ. 35 രൂപ ഏത് കണക്കാണെന്ന് എനിക്കറിയില്ല. യെസ്, ഇവിടെയായിട്ട് കണ്ടില്ലേ, ഗേറ്റ് നമ്പർ 5. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഭാഗം, ഫ്രണ്ട് സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഭാഗം ഗേറ്റ് നമ്പർ 5 ആണ്. അങ്ങനെ ഞാൻ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ ബ്രിഡ്ജിന് മുകളിലൂടെ നടന്നു പോയപ്പോൾ ദൂരെയായിട്ട് കണ്ടില്ലേ വലിയ വലിയ മലനിരകൾ. അതിന് താഴെയായിട്ട് മലയ്ക്ക് താഴ്വാരമായിട്ട് കുറേ വീടുകളും ഫ്ലാറ്റുകളും എല്ലാം കാണാം. നമ്മൾ ഈ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ അവിടെ എല്ലാം കാണുന്നത് പോലത്തെ വീടുകൾ. അതേപോലത്തെ വീടുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതേപോലെ തട്ടുതട്ടായിട്ട് ഇങ്ങനെ താഴ്വരകളിൽ വീടുകൾ കാണുമല്ലോ, അതേപോലെ. എന്തായാലും കൊള്ളാം അല്ലേ.
അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്തു. ഇവിടെ ഡോർമെട്രി നമുക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും പ്ലാറ്റ്ഫോമിനകത്ത് കയറിയത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ കയറിയെന്നും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാലോ, നമുക്ക് സംസാരിക്കണ്ടല്ലോ. അയ്യോ സാറേ അറിഞ്ഞില്ല സാറേ എന്നൊന്നും പറയണ്ടല്ലോ. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തായിട്ട് റോസ് ഹിൽ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. ഒരു മലയുടെ മുകളിലായിട്ടൊരു ചർച്ചാണ്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അത്രയും കണ്ടേ ഉള്ളൂ, വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് റാപ്പിഡോ ബൈക്ക് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ഞാൻ ബൈക്കിൽ നോക്കിയായിരുന്നു, 40 രൂപയാണ് ചാർജ് ഇവിടെ നിന്ന് അവിടം വരെ പോകുന്നതിന്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഇന്ന് ഞാൻ കഴിച്ചത് ഉച്ചയ്ക്കൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഹാഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. 100 രൂപയ്ക്ക് 2 പീസെല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോഴെന്തായാലും നമുക്ക് റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് ബൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. യെസ്, എൻ്റെ റാപ്പിഡോ വന്നിട്ടുണ്ട്. ഡിയോ ആണ്, ഡിയോ. അപ്പോഴെന്തായാലും ഇതിൽ കയറി പോവാം. അങ്ങനെ കുളിച്ചതിന് ശേഷം സ്കൂട്ടറിലിരുന്ന് കാറ്റ് കൊള്ളാൻ നല്ലൊരു ഫീലുണ്ട്. നല്ല തണുത്ത കാറ്റെന്ന് വെച്ചാൽ ചൂടാണ് കാലാവസ്ഥ, എന്നാലും കുളിച്ചിട്ട് കയറുമ്പോഴത്തേക്കും ആ ഒരു തണുപ്പുണ്ടല്ലോ, കാറ്റ് കൊള്ളുമ്പോൾ ആ ഒരു തണുപ്പ് നല്ല ഫീലുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോസ് ഹിൽ ചർച്ച്. പറയാൻ കുറച്ച് പാടാണ്. റോസ് ഹിൽ ചർച്ച്. അങ്ങനെ നമുക്ക് സ്കൂട്ടറിൻ്റെ ബാക്കിലിരുന്ന് കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാം. റോഡ് കണ്ടില്ലേ, അടിപൊളി റോഡാണ്. ഓഹോ, ഇത് നമ്മൾ നേരത്തെ നടന്നു പോയ വഴിയാണ്. നേരത്തെ നമ്മൾ ഈ ഒരു മരമെല്ലാം കാണിച്ചില്ലായിരുന്നോ, ആ വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ. നമ്മളങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇതാ കണ്ടില്ലേ, പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പല ആക്ടിവിറ്റികളോട് പല പ്രവർത്തനങ്ങൾ ഇവിടെ കാണാം. ഈ പോകുന്ന ബ്രിഡ്ജ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫയർഫോഴ്സ്, വിശാഖപട്ടണം ഫയർഫോഴ്സ് ആണ് കണ്ടത്. എന്തായാലും റോഡ് ഒരു രക്ഷയില്ല, അടിപൊളി റോഡാണ് കേട്ടോ. അങ്ങനെ എന്നെ റാപ്പിഡോ ബ്രോ ഇവിടെ ഇറക്കിയിട്ട് പോവുകയാണ്. നമ്മളിങ്ങോട്ടേക്ക് വരുന്ന വഴിയെല്ലാം കണ്ടെയ്നറുകളെല്ലാം ചറപറ വരുന്നത് കാണാം. എന്താ കണ്ടില്ലേ, പോർട്ടിനടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇതവിടെ ആയിട്ട് പള്ളിയുടെ ആർച്ചെല്ലാം കാണുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ഇതാ ഇവിടെ ആയിട്ടൊരു ക്യാൻറ്റീൻ എല്ലാം ഉണ്ട്, മേരി മാതാ ക്യാൻറ്റീൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കുളിച്ചിട്ട് സ്കൂട്ടറിൽ കയറിയപ്പോഴും നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നെന്ന്. ഇത് ഈ പടി കയറുമ്പോൾ ആ ഫീലെല്ലാം അങ്ങ് പൊയ്ക്കോളും. കുറച്ച് നടന്ന് മുകളിലേക്ക് കയറാനുണ്ട്. ആ റാപ്പിഡോ ബ്രോ പറഞ്ഞു അങ്ങോട്ടേക്കുള്ള കയറ്റം കൊണ്ടുവിടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാര്യം പെട്രോള് കുറേ പോകുമല്ലോ, നമുക്ക് നടന്ന് കയറാം, കുഴപ്പമില്ല. ഇതിവിടെ ക്യാൻറ്റീനിൽ അത്യാവശ്യം സ്നാക്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഫ്രിഡ്ജിൽ ആപ്പി ഫീസും മാസയൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും മുകളിലേക്ക് കയറാം. അങ്ങനെ ക്യാൻറ്റീനിൻ്റെ സമയം ചോദിച്ചായിരുന്നു. ക്യാൻറ്റീനിൻ്റെ സമയം രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ഉള്ളൂ കേട്ടോ. അപ്പോഴത് കണക്കാക്കി വരിക. അല്ല, ഇവിടെ വന്ന് നമ്മളൊന്നും മേടിച്ച് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെന്തായാലും ടൂറിസ്റ്റുകളായതുകൊണ്ട് നമ്മൾ റൂം എടുത്തിരിക്കുന്നതിനടുത്ത് എവിടെന്നെങ്കിലും കഴിക്കുമല്ലോ. എന്തായാലും ഞാൻ ആ സമയം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പടിയുടെ ഏകദേശം പകുതി എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇതാ കാണുന്നില്ലേ, ഇതാണ് ആർച്ച്. ഈ വഴിയിലൂടെയാണ് വാഹനങ്ങൾ മുകളിലേക്ക് കയറി പോകുന്നത്. ഹെയർപിൻ ബെൻഡൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ പടി കയറി വന്നപ്പോഴാണ് ദയവായിട്ട് നോക്കേ, ഒരു മുസ്ലിം പള്ളിയും ഉണ്ട്. ദർഗ ഹസ്രത്ത് കഥക് ബിജ്ലി ഷാ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടില്ലേ, കണ്ടെയ്നറെല്ലാം ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്യുന്ന സംഗതികളെല്ലാം കാണാം. ദൂരെയായിട്ട് വിശാഖപട്ടണം ടൗണും എല്ലാം നല്ലതുപോലെ കാണാം. നല്ലൊരു വ്യൂ ഉണ്ട്. അങ്ങായിട്ട് വലിയൊരു മലനിരയും കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ഈ ഒരു സ്ഥലം കൊള്ളാം. അതാ നോക്കേ, കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് നേർച്ചയുടെ ഭാഗമാണ്. നമ്മൾ തമിഴ്നാട്ടിലെ ചില അമ്പലങ്ങളിലെല്ലാം പോകുമ്പോൾ ഇതേപോലെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. യെസ്, ഏകദേശം നമ്മൾ പകുതി മുക്കാലോളം കയറി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അങ്ങനെ ദാ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇതോ അവിടെ ആയിട്ടൊരു അമ്പലവും ഉണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ. എല്ലാം ഏകദേശം ഒരേ ഫ്രെയിമിലാണ്. മതസൗഹാർദ്ദം. ഇതാ കണ്ടില്ലേ, അവിടെ ആയിട്ട് കാറെല്ലാം നിർത്തിയിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങി കാഴ്ചകളെല്ലാം കണ്ടിട്ട് നിൽക്കുവാണ്. ഇതോ അവിടെ ആ ഒരു മലയുടെ മുകളിലായിട്ടും കുറേ ബിൽഡിങ്ങുകളെല്ലാം കാണുന്നുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകൾ. ഓട്ടോ കണ്ടില്ലേ, കഷ്ടപ്പെട്ട് കയറ്റം ഓടി കയറുവാണ്. മുകളിൽ ഓട്ടോ കിട്ടും കേട്ടോ. നമുക്ക് തിരികെ പോകുന്നത് ഓട്ടോ ഉള്ളെന്ന് തോന്നുന്നു ഒരു ഓപ്ഷൻ. ഇങ്ങോട്ടേക്ക് വരാൻ റാപ്പിഡോയ്ക്ക് 44 രൂപയാണ് ചിലവായത്. അത്രയേ ഉള്ളൂ.
ഇതാ കണ്ടില്ലേ, മുകളിൽ വന്നാലും അത്യാവശ്യം സ്നാക്സ് എല്ലാം വാങ്ങാനുള്ള കടകളെല്ലാം ഉണ്ട്. ഈ കാണുന്നത് അങ്ങനത്തെ ഒരു കടയാണ്. ഇവിടെ ആയിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ്. പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴും ഇതാ കണ്ടില്ലേ, കപ്പലുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട്. ഇത്രയും നടന്ന് കയറിയപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവും ആ ഒരു കാറ്റും കൂടെ ആയപ്പോൾ നല്ലൊരു ഫീൽ. ഈ മലമുകളിൽ ഇത്രയും വലിയൊരു സെറ്റപ്പാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, വലിയൊരു ബിൽഡിംഗ് എല്ലാം മുകളിലുണ്ട്. പ്രാർത്ഥനയുടെ സമയമെല്ലാം എഴുതിയിട്ടുണ്ട്. തെലുങ്കിലാണ് എഴുതിയിരിക്കുന്നത്. ആവശ്യമുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നോക്കിയാൽ മതി. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പടി കയറി പള്ളിയുടെ നേരെ മുന്നിലേക്ക് പോവുകയാണ്. നല്ലൊരു വ്യൂ ആണ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ കറക്റ്റ് ഫ്രണ്ടിലായിട്ട് നല്ല കൺസ്ട്രക്ഷൻ 1904 അങ്ങനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. റോമൻ കത്തോലിക് പള്ളിയാണ് കേട്ടോ. അങ്ങനെയാണ് ഗൂഗിളിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി. ഇവിടെയായിട്ട് നോക്കേ, നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്നും താഴേക്കുള്ള വ്യൂ അടിപൊളി. നോക്കേ, കംപ്ലീറ്റ് വിശാഖപട്ടണം സിറ്റിയുടെ ഏകദേശം ഫുൾ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശാഖപട്ടണം സിറ്റി. അവിടെ ഒരു അമ്പലം എല്ലാം കാണുന്നുണ്ടല്ലോ. മധുര മീനാക്ഷി അമ്മൻ കോവിലിലെ വലിയൊരു ഗോപുരം ഉള്ളത് പോലത്തെ ഒരു വലിയൊരു അമ്പലമൊക്കെ ആണല്ലോ. നമ്മളത് മിസ് ചെയ്തല്ലോ. അങ്ങോട്ടേക്ക് പോകണം. ദൂരെയായിട്ട് കടൽ കാണാം, കണ്ടില്ലേ? അടിപൊളി വ്യൂ അല്ലേ? ഇത് അവിടെയായിട്ടെല്ലാം കണ്ടില്ലേ, ആ കാണുന്നതെല്ലാം വലിയ വലിയ കപ്പലുകളാണ് കേട്ടോ. വാൻ ഹൈ ലൈൻസ് അങ്ങനെയാണ് ആ കപ്പലിൻ്റെ പേര്. അങ്ങനെ ഓരോരോ കപ്പലുകളും ഇവിടെ നിന്ന് ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ട് കണ്ടില്ലേ, ഡയാന ഷിപ്പിംഗ്, അങ്ങനെ ഒരു കപ്പൽ കാണാം. അങ്ങനെ നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന് ദൂരേക്കുള്ള വ്യൂ. അപ്പോൾ ഇവിടെ നിന്നപ്പോഴും ഫ്ലൈറ്റ് പോകുന്നു. നോക്കേ, ഫ്ലൈറ്റ് അടിപൊളിയല്ലേ? ഇവിടെ അടുത്ത് എയർപോർട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫ്ലൈറ്റ് നല്ല താഴാണ് പോകുന്നത്. ഫ്ലൈറ്റ് ചറപറ പോകുന്നത് കാണാം നമ്മൾ ഈ വിശാഖപട്ടണം നിൽക്കുമ്പോഴേ. എന്തായാലും പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത്രയും വർഷം പഴക്കമുള്ളൊരു പള്ളി ആയതുകൊണ്ടാണ് ഈ ഒരു വൈബ്. ഇതിൻ്റെ ബാക്കിലേക്ക് പോകാം. എല്ലാ ഭാഗത്തുമായിട്ടും ബെഞ്ചിട്ടിട്ടുണ്ട്. ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നുള്ളവർക്ക് റെസ്റ്റ് എടുക്കാം. ചുറ്റും നടക്കാൻ വേണ്ടിയിട്ട് മാർബിളൊക്കെ ഇട്ട പാതയെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ എഴുതിയിരുന്നത് 1904 ആയിരുന്നു. ബാക്കിൽ ഇതാ കണ്ടില്ലേ, 1850. എന്താണ്, 2 ഘട്ടമായിട്ടാണോ ഇത് നിർമ്മിച്ചത്? അങ്ങനെ ആയിരിക്കാം അല്ലേ? സംഭവം എന്താണെന്ന് വെച്ചാലേ ചുരുക്കി പറഞ്ഞുതരാം. 1850 അങ്ങനെയല്ലേ അവിടെ എഴുതിയിരുന്നത്. ഇവിടെ ഇതാ കണ്ടില്ലേ, 1870 76 കാലഘട്ടങ്ങളിൽ ചുഴലിക്കാറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം പള്ളി നവീകരിച്ച് സ്ട്രോങ് ആയിട്ട് കെട്ടിയതാണ് 1904. ആ ഒരു വർഷമാണ് ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്നത്, 1904. വിശദമായിട്ട് അതിൻ്റെ കഥകളെല്ലാം വായിക്കണമെങ്കിൽ ഇതാ കണ്ടില്ലേ, ഇത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വായിക്കുക, ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചോളുക. അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാണ്. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. താഴെ നിന്നിട്ട് റാപ്പിഡോ വിളിച്ച് നോക്കാം, ചിലപ്പോഴേ വരത്തുള്ളൂ കേട്ടോ. എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കി ആ പുള്ളി തന്നെ പറഞ്ഞായിരുന്നു ചിലപ്പോഴേ വരാൻ സാധ്യതയുള്ളൂ. കാര്യം ഇവിടെ റോഡ് എൻഡ് ആവുകയാണ്. അവർക്ക് വേറെ ഓട്ടോ ഒന്നും കിട്ടില്ല, മനസ്സിലായില്ലേ? ഇങ്ങോട്ടേക്ക് മാത്രമായിട്ട് വരേണ്ടി വരും. അതുകൊണ്ട് ചിലപ്പോഴേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ബുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ പള്ളിയുടെ അകം ഉണ്ടല്ലോ, പള്ളിയുടെ അകം നല്ല ഭംഗിയാണ്. എന്ന് വെച്ചാൽ പഴയ നിർമ്മിതി, വർഷങ്ങൾ പഴക്കമുള്ള നിർമ്മിതി. ഈ വാതിലിൻ്റെയൊക്കെ മുകളിൽ ഒരു ടൈപ്പ് കളർ കണ്ണാടി ഉണ്ടല്ലോ, അതിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അകത്തെ ഓരോരോ കാര്യങ്ങളും നല്ല ഭംഗിയാണ്. ഈ പഴയ ബെഞ്ചും ആ ഒരു സംവിധാനം എല്ലാമാണ് ആ പള്ളിയിലുള്ളത്. ഇപ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു വിശാഖപട്ടണം പരിസരത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് ഹിൽ ചർച്ചും കൂടെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. നല്ലൊരു അനുഭവമാണ്. അപ്പോഴെന്തായാലും നമുക്ക് താഴേക്ക് പോയിട്ട് വിശാഖപട്ടണം ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്കൊക്കെ ഒന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ ചെന്നിട്ട് തീരുമാനിക്കാം. അങ്ങനെ ഞാൻ മുകളിലെല്ലാം കയറിയിട്ട് തിരികെ വന്നപ്പോഴേ കണ്ടില്ലേ, ഇതാ ഇവിടെയായിട്ട് ട്രെയിൻ പോകുന്നത്. റെയിൽവേ ഗേറ്റ് ഒന്നുമില്ല, പക്ഷേ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അവരാണ് വണ്ടി തടഞ്ഞു നിർത്തുന്നത്. വിശാഖപട്ടണം പോർട്ടിലേക്ക് പോയിട്ട് തിരികെ വരുന്ന ട്രെയിനാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പം റെയിൽവേ ഗേറ്റ് ഇല്ലയെന്നാണല്ലോ. പക്ഷേ സത്യത്തിൽ ഇവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് ആ റെയിൽവേ ഗേറ്റ് താൽക്കാലികമായിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റെയിൽവേ ഗേറ്റ് ഫിക്സ് ചെയ്യും. എന്നെ അങ്ങോട്ടേക്ക് ആക്കാമെന്ന് പറഞ്ഞൊരു ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നൊരു അറിവാണ് കേട്ടോ ഇത്. നെയിം, യുവർ നെയിം? യെസ്, മുത്തുരാജ്. മൂക്കരാജു. ഓ, വെറൈറ്റി പേരാണല്ലോ. യെസ്. അങ്ങനെ നമ്മൾ ആ ഒരു പള്ളിയുടെ ഭാഗത്തു നിന്നും താഴേക്ക് വന്നിട്ട് ഒരു ചെറിയൊരു ലോക്കൽ ഏരിയയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം ഈ ഒരു വഴി.
നല്ലൊരു നല്ലൊരു അനുഭവം, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. സത്യത്തിൽ ആ ഒരു സിറ്റി വൈബിനേക്കാൾ ഈ ഒരു വൈബ് കൊള്ളാം. അങ്ങനെ ഞാൻ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന് സ്കൂട്ടർ ഇറങ്ങിയിരിക്കുവാണ്. എന്നെ ഒരാൾ സ്കൂട്ടറിൽ ഇവിടം വരെ കൊണ്ടാക്കി. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പേരാണ് പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റാൻഡ്. എന്തായാലും കൊള്ളാം ഈ ഒരു സ്ഥലത്തെ വൈബേ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു സെൻറ്റ് അലോഷ്യസ് സ്കൂളുണ്ട്. നല്ല ഭംഗിയാണ് ആ ഒരു സ്കൂള്. മലയുടെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ലോങ് വ്യൂ കണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് നടന്ന് നോക്കിയിട്ട് വരാം. ഇത് എവിടെയായിട്ട് നോക്കേ, വലിയൊരു ആർച്ചെല്ലാം കാണുന്നുണ്ട്. ഒരു അമ്പലത്തിൻ്റെ ആർച്ചാണ് കാണുന്നത്. അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അല്ലേ. എന്തായാലും ഇത് കണ്ടപ്പോഴും വലിയൊരു അമ്പലമാണെന്ന് തോന്നുന്നു അകത്തേക്കുള്ളത്. അവിടെയായിട്ടൊരു മുസ്ലിം പള്ളിയുടെ ആർച്ചും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു സ്കൂളിൻ്റെ പരിസരത്തേക്ക് പോയി ഒന്ന് നടന്നിട്ട് വരാം. അങ്ങനെ ഞാൻ നടന്ന ആ ഒരു സ്കൂളിനടുത്ത് എത്തിയിരിക്കുവാണ്. സെൻറ്റ് അലോഷ്യസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ. പാറക്കല്ലിലെല്ലാം ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു പള്ളിയെല്ലാം കാണുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പള്ളിയുടെ വ്യൂ നമ്മൾ ആ ഒരു ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോഴേ കണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വഴി കൊള്ളാം അല്ലേ. സ്കൂളൊക്കെ വിട്ട് സ്റ്റുഡൻസൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പള്ളിയുടെ അടുത്തെത്തിയിരിക്കുവാണ്. എന്തായാലും ഈ ഒരു നിർമ്മിതി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇതാ കണ്ടില്ലേ, സ്കൂൾ ബിൽഡിംഗ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. പാറയിൽ ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് 1847, അത്രയും വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗാണിത്. എന്തായാലും കൊള്ളാം. സിനിമ ഷൂട്ടിങ്ങിനെല്ലാം പറ്റിയ ബിൽഡിംഗ്. ഇവിടെയായിട്ട് നോക്കി ഒരു സൈക്കിൾ റിക്ഷ സത്യത്തിൽ വിശാഖപട്ടണത്തിൽ ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ. ഒരു തൂക്കുപാത്രം എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് നോക്കി അടുപ്പിൽ പാചകം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ആ ഒരു സ്കൂളിൻ്റെ അടുത്തേക്കെല്ലാം പോയിട്ട് വന്നു. നമുക്ക് ഈ ഒരു ആർച്ചിനകത്തേക്കൊന്ന് നടന്നിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് വിശാഖപട്ടണത്തിൻ്റെ ആദ്യത്തെ സിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ 1-2 ചേട്ടന്മാർ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. ഇവിടെ ആദ്യമായിട്ട്, അതായത് പോർട്ടാണല്ലോ വിശാഖപട്ടണത്തിൻ്റെ മെയിൻ, അങ്ങനെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് സിറ്റി വികസിച്ചത്. അങ്ങനെ ആദ്യമായി വിശാഖപട്ടണം സിറ്റി രൂപം കൊണ്ടത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വിശാഖപട്ടണം വരുമ്പോൾ ഇങ്ങോട്ടേക്കെല്ലാം വരണം. ഇതെവിടെയായിട്ട് നോക്കേ ഓരോരോ കടകൾ. എന്തായാലും ഈ കടകളെല്ലാം കാണാനൊരു വ്യത്യസ്തത ഉണ്ടല്ലേ. തയ്യക്കടയാണിത്. അങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് പലതരം ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ തേയ്ക്കുന്ന കടയാണ്, തുണിയെല്ലാം തേച്ച് കൊടുക്കുന്ന കടയാണ്. അതിൻ്റെ കനലുകളെല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നത് കാണാം. ഇതാ കണ്ടില്ലേ, ഇവിടെയും ഉണ്ട് ഒരു തേയ്ക്കുന്ന കട. ഒരമ്മ ഷർട്ട് തേയ്ക്കുവാണ്. അങ്ങനെ വരിയായിട്ട് ഓരോ തരം പ്രത്യേകതരം കടകളും കച്ചവടങ്ങളും എല്ലാം ഉണ്ട്. മൈക്കിലൂടെ കേൾക്കുന്നുണ്ട്. എവിടെയായിട്ട് നോക്കി മുറുക്കുകളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണ്. നല്ല ഫ്രഷ് മുറുക്ക്. അങ്ങനെ നമ്മൾ ഓരോരോ വഴികളും നേരെ നടക്കുമ്പോൾ കണ്ടില്ലേ, ഇതേപോലത്തെ ഓരോ ചെറിയ വഴികൾ അകത്തേക്കുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് നടന്നിട്ട് വരാം. എന്തായാലും നമ്മൾ ഒരു പ്രത്യേക ലൊക്കേഷൻ ലക്ഷ്യമിട്ട് പോകുന്നതിനേക്കാൾ ഇതേപോലെ ചെറിയ ചെറിയ വഴികൾ അകത്തേക്ക് നടന്നു പോകുന്നത് ഒരു രസമാണ്. എന്തായാലും ഈ വഴികളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗി എന്നെങ്ങനെയാണ് പറയുന്നത്, എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എനിക്കത് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഈ വഴി എൻ്റെ അകന്ന് വരെയൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ചോദിച്ചപ്പോഴെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആംഗ്യം കാണിച്ച് ചോദിക്കുമല്ലോ ഈ വഴി എവിടെയാണ് അവസാനിക്കുന്നതെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് അവസാനമൊന്നും പറഞ്ഞില്ല, നേരെ അങ്ങ് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്തായാലും ഈ വഴികൾ നല്ല രസമുണ്ട്. കണ്ടില്ലേ, ഒരു പ്രത്യേകത. ആൾക്കാരെല്ലാം ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ എന്തായാലും ഞാനിവിടെ ചോദിച്ചു, ഇതുവഴി പോകുമ്പോൾ ഒരു ദർഗ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ നടന്ന് ആ ഒരു എൻഡ് വരെ പോയിട്ട് വരാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. ഇതാ നോക്കേ, പഴയ സ്കൂട്ടർ. ഒരു ദുൽഖറിൻ്റെ സിനിമയുണ്ടല്ലോ ലക്കി ഭാസ്കർ, അതിൽ ഇതേപോലത്തെ സ്കൂട്ടർ ദുൽഖർ ഓടിച്ചിട്ട് വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം. അങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു മുസ്ലിം പള്ളിയുണ്ട്. ഈ വീടിൻ്റെ എല്ലാം കൺസ്ട്രക്ഷൻ സ്റ്റൈല് നോക്കേ, ജനലിൻ്റെയും വാതിലിൻ്റെയും എല്ലാം കൊള്ളാം അല്ലേ. അങ്ങനെ ഏതൊക്കെയോ വഴിയിലൂടെ നടന്ന് ഏതോ ഒരു വഴിയിലെത്തിയിരിക്കുവാണ്. എന്തായാലും ഇനി കുറച്ചും കൂടെ നമുക്ക് മുന്നിലേക്ക് നടക്കാം. ഇതാ കണ്ടില്ലേ ഓരോ വീടുകളുടെയും നിർമ്മാണം, പഴയ തൂണുകളൊക്കെ ആയിട്ട് കൊള്ളാം. യെസ്, അങ്ങനെ ഞാൻ നടന്ന് ഒരു വഴിയിലെത്തിയിരിക്കുവാണ്. ഉൾവഴികളിലൂടെ നടന്ന് ഒരു വഴി, അതായത് നമ്മൾ നേരത്തെ നടന്നു വന്നില്ലേ ആ വഴി നേരെ നടന്നു വന്നാലും ഇവിടെ എത്തുമായിരുന്നു കേട്ടോ. ഞാൻ വേറെ ഏതൊക്കെയോ വഴിയിലൂടെ അകത്തേക്ക് കയറി. ഒരു രസം. ഇവിടെ ആയിട്ട് ആ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെയാണ്. ചന്ദനത്തിരിയും ഇതാ കണ്ടില്ലേ,
അതേപോലത്തെ പല പല കച്ചവടങ്ങൾ ഇവിടെ ആയിട്ടുണ്ട്. അകത്തേക്ക് ക്യാമറയൊന്നും അലോഡല്ല. എന്തായാലും ഞാൻ ഇവിടം വരെ വന്ന് ഈ ഒരു വൈബൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് വന്നതാണ്. എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് തിരികെ പോവാം. അങ്ങനെ ഞാൻ പള്ളിയുടെ പരിസരത്തെല്ലാം പോയിട്ട് തിരികെ വന്നപ്പോഴിതാ കണ്ടില്ലേ, ഓരോ വീട്ടിലും ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളെല്ലാം ഉണ്ട്. നോക്കേ, നെയ്യപ്പവും അതേപോലത്തെ വടയും എല്ലാം കച്ചവടം ചെയ്യുവാണ്. പോകുന്ന വഴിയിലെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം നെയ്യപ്പവും മുറുക്കും എല്ലാം ഉണ്ടാക്കുവാണ്, എല്ലാം ചെയ്യുവാണ്. കണ്ടില്ലേ, ഇതൊക്കെ എത്രയാ, എവളോ വില? തെലുങ്ക് അറിഞ്ഞൂടാ. തമിഴ് തരുമാ? തമിഴ് തരുമാ? തമിഴ് അറിഞ്ഞൂടെ? ബജ്ജിയുണ്ട്, ചെറിയ വടയുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ്. വലിയ വിലയൊന്നുമില്ല, 5 രൂപ 10 രൂപ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് കണ്ടപ്പോൾ കാണിച്ചില്ലായിരുന്നോ മുറുക്കുകൾ ചെയ്യുന്നത്? അപ്പോഴവിടെ നിന്ന് ഞാൻ തിരികെ പോയപ്പോൾ 20 രൂപയ്ക്ക് മുറുക്ക് വാങ്ങുവാണ്. 3 എണ്ണം ഉണ്ട്. ഇതാ ഒരുത്തൻ കിടക്കുന്ന നോക്കേ, എന്തുറക്കമായത്, ഭയങ്കര ഉറക്കം. പേര് നെയിം? തൃഷ. തൃഷ, ഓ തൃഷ എന്നാണ് പേര്. കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് എരിയൊന്നുമില്ല, പക്ഷെ എന്നാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് എരിയുള്ള മുറുക്കൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഇത് കൊള്ളാം, നല്ല കറുമുറ ആയിരിക്കുന്നു. കൊള്ളാം കൊള്ളാം, എന്തൊക്കെയാ പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും ബാബു ബാബു എന്നല്ലേ വിളിക്കുന്ന? നമ്മുടെ അവിടെ ചേട്ടൻ എന്ന് വിളിക്കുന്നത് പോലെ ഇവിടെ ബാബു എന്നാണ് വിളിക്കുന്നത്. എന്നെ ബാബു ബാബു എന്ന് വിളിച്ചായിരുന്നു. ഡേ എന്നൊക്കെ വിളിക്കത്തില്ലേ, അതിന് പകരം ബാബു. അങ്ങനെ തിരികെ വരുന്ന വഴിക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറി. എവിടെയായിട്ട് നോക്കിയാൽ കപ്പലണ്ടി മിഠായി. ഈ ഒരു പാക്കിംഗ് കൊള്ളാമല്ലോ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കപ്പലണ്ടി മിഠായി ഇങ്ങനെ വരുന്നില്ല അല്ലേ, എല്ലാം വേറൊരു രീതിയിലല്ലേ പാക്ക് ചെയ്ത് വരുന്നത്. എന്തായാലും വെറൈറ്റി ഉണ്ട്. ഹൗ മച്ച് റുപ്പീസ്? 60. 60 രൂപയാണ് വില. കൊള്ളാം കേട്ടോ. കഴിച്ചു നോക്കാതെ തന്നെ കൊള്ളാമെന്ന് പറയുന്നത്, അത് കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളമെല്ലാം വാങ്ങിയിട്ട് ദാ ഈ ഒരു ആർച്ചിനടുത്ത് വന്നിരിക്കുവാണ്. ഇതാണ് ഓൾഡ് പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റാൻഡ്. അതായത് വിശാഖപട്ടണത്തിൻ്റെ പഴയ മുഖം ഇവിടെ ആയിരുന്നു. പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റാൻഡിൽ ഒരു പോസ്റ്റ് ഓഫീസ് ലുക്കുള്ള ബസ്സാണല്ലോ, കണ്ടില്ലേ? പോസ്റ്റ് ഓഫീസിൻ്റെ പോലത്തെ ഒരു പെയിൻറ്റിംഗ് അല്ലേ ഇത്, ചുമപ്പും വെള്ളയും. അങ്ങനെ ഓൾഡ് പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 6-ാം നമ്പർ ബസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഇതാ ഒരു 6-ാം നമ്പർ ബസ് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നത് 6-ാം നമ്പർ ബസ്സാണ്. എന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ടാറ്റയുടെ വണ്ടിയാണ്, ടാറ്റ. എല്ലാം ഉണ്ട്, ലൈലൻഡും ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വണ്ടി ടാറ്റ ഫിറ്റ് ഫോർ ഗട്ട്. ഇത് സിംഹാചലം ഹിൽ, സിംഹാചലത്തേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. സിംഹാചലം എന്ന് പറയുന്നത് ഒരു മലമുകളിലെ ഒരു അമ്പലമാണ്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് നാളെ അങ്ങോട്ടേക്ക് പോവാം. എന്തായാലും നോക്കി ബസ്സിലേക്ക് കയറാം. അങ്ങനെ ഞാൻ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലിരിക്കുവാണ്. തൂക്കി അടിക്കും, എൻ്റെ അമ്മോ, പറഞ്ഞതേ ഉള്ളൂ, ഒരു ഹമ്പ് ചാടി. അങ്ങനെ ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഇരിക്കുവാണ്. എന്ന് വെറുതെ ഇരുന്നതാണ്, ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കണ്ടില്ലേ. എന്നാലും ഇവിടെ നിന്ന് ഇരുന്നതേ ഉള്ളൂ. കുറച്ച് ദൂരം പോയാൽ മതി, വളരെ കുറച്ച് ദൂരം. ബാബു എന്ന് പറഞ്ഞിട്ട് ബസ്സിലൊരു അടി അടിച്ചായിരുന്നു. ബാബു എന്ന് വെച്ചാൽ നിർത്തറേ. അങ്ങനെ നമ്മുടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തെരുവുകളിലൂടെയാണ്, വിശാഖപട്ടണത്തിലെ പ്രധാന തെരുവുകളിലൂടെ. എന്തായാലും ഇതുവഴിയിലൂടെയുള്ള യാത്ര നല്ലൊരു അനുഭവം. കച്ചവടങ്ങളും കടകളും എല്ലാം തകൃതിയായിട്ട് നടക്കുവാണ്. ഇതാ കണ്ടില്ലേ, എവിടെല്ലാം ചെറിയൊരു മാർക്കറ്റ് എല്ലാമാണ്. ചൂലും അതുപോലെയുള്ള പലതരം കച്ചവടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡുകളും എല്ലാം ഉണ്ട്. ഇതാ നോക്കേ, ഉന്തുവണ്ടിയിൽ വള, മാല, കമ്മലുകൾ, അതുപോലെയുള്ള കച്ചവടങ്ങൾ. ഇത് അവിടെയായിട്ട് പൂവിൻ്റെയും എല്ലാം ഹോൾസെയിലാണെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് പൂക്കൾ, അതുപോലത്തെ പൂക്കളൊക്കെയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണ മാർക്കറ്റിലൂടെയാണ്. പൂർണ്ണ മാർക്കറ്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. പൂർണ്ണ മാർക്കറ്റ് ഇവിടുത്തെ ബസ്സിൻ്റെ മുൻ സീറ്റിലിരുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞു തന്നെയാണ്. അങ്ങനെ ആ പൂർണ്ണ മാർക്കറ്റിലൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ചെറുതായിട്ട് ബ്ലോക്കാണ് കേട്ടോ. നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതെവിടെയായിട്ട് നോക്കി ചെറിയൊരു അമ്പലം, അതുപോലത്തെ ചെറിയ ചെറിയ അമ്പലങ്ങൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാണാം. അമ്പലം എന്ന് പറയാമോ? അതാ കണ്ടില്ലേ, ചെറിയൊരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് വിഗ്രഹങ്ങളെല്ലാം വെച്ചിട്ട് പ്രാർത്ഥന. അമ്പലമൊന്നും പറയാൻ പറ്റില്ല, കാവെന്നും പറയാൻ പറ്റില്ല. എന്താ പറയുന്നതിനെ,
അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറക്കമെല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലല്ല വന്നത്, റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കാണ് വന്നത്. ആ ബസ് അങ്ങോട്ടേക്ക് പോകുന്നതായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി ഒന്ന് കറങ്ങി പാഴ്സലെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്കൊന്നും പോകുന്നില്ല, റൂമിൽ കൊണ്ടുവച്ച് കഴിക്കുവാണ്. ചപ്പാത്തി മുട്ടക്കറി, ഒരു ചപ്പാത്തി 30 രൂപയാണ്, മുട്ടക്കറി 50 രൂപ. ചപ്പാത്തി വലിയ ചപ്പാത്തിയാണ് കേട്ടോ, നല്ല കട്ടിയുള്ള വലിയ ചപ്പാത്തിയാണ്. അപ്പോഴൊന്നിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അങ്ങനെ ചപ്പാത്തി മുട്ടക്കറി എല്ലാം വാങ്ങിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വിശാഖപട്ടണത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓൾഡ് പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു ബസ് സ്റ്റാൻഡും ആ ഒരു പരിസരവും ആ പള്ളിയുടെ പരിസരവും അമ്പലത്തിൻ്റെ പരിസരവും ആ വീടുകളുടെ ഇടയിലൂടെയുള്ള വഴികളിലൂടെയുള്ള ഒരു നടത്തവും എല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വിശാഖപട്ടണത്ത് വരുമ്പോൾ നിങ്ങൾ ടൂറിസ്റ്റ് പ്ലേസിന് വിശാഖപട്ടണം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന സ്ഥലങ്ങളൊന്നും അല്ല ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ എങ്ങനെയൊക്കെയോ പോയി അവിടെ എത്തിയതാണ്. എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും വിശാഖപട്ടണം വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോയ റൂട്ടൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. നമുക്ക് നാളെ അറക്കുവല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, പോകാൻ ശ്രമിച്ചിട്ട് പോകാൻ പറ്റിയില്ല. നോക്കട്ടെ, നമുക്ക് നാളെ രാവിലെ പറ്റുമെങ്കിൽ പോകാം. 6:45 വണ്ടി. ഇത്രയും നടന്ന് ക്ഷീണിച്ചിട്ട് റൂമിലെല്ലാം പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ 6:45 എണീക്കാൻ മടിയാണ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിടും. സെക്കൻഡ് സീറ്ററിന് 45 രൂപയുള്ള ടിക്കറ്റ്. അഥവാ നമ്മൾ നേരത്തെ എഴുന്നേക്കുവാണെങ്കിൽ, അതായത് എങ്ങോട്ട് തിരിഞ്ഞ് കിടന്നാലും ഉറക്കം വരാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യാത്ര ഞാൻ ചെയ്യും. അപ്പോഴെന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.